വെൽക്കം ബാക്ക് ടു ന്യൂ വ്ളോഗ്. കുറേ കാലമായി ഞാൻ യൂട്യൂബ് ചാനൽ ഇട്ടിട്ട്, കാരണം പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകരെ. പരീക്ഷയുടെ ഓരോരോ തിരക്കിലാണ്. അതോടൊപ്പം എല്ലാ ദിവസവും എൻ്റെ മുടി എന്താ പറഞ്ഞൂടെ, ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് എപ്പോഴും വീഡിയോ എടുക്കാറുള്ളൂ. ഇപ്രാവശ്യം ഞാൻ പിന്നെ സ്കൂളൊക്കെ വിട്ട് വന്നുകൊണ്ട് ഒന്ന് കുളിച്ചതാണ്. അപ്പം ഞാൻ എക്സാം കഴിഞ്ഞ് വന്നുകൊണ്ടാണ് എനിക്ക് കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത്. നമ്മളങ്ങനെ വൈകുന്നേരം വീടിൻ്റെ മുന്നിൽ തന്നെ ഇരിക്കുകയാണ്. ഇന്ന് ഞാൻ പോകാൻ പോകുന്നതാണ് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക്. അപ്പോൾ എൻ്റെ സ്റ്റുഡിയോ കാണാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഒരു സ്റ്റുഡിയോ ടൂറും കൂടെ ആക്കാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഞാൻ ഈ അടുത്തൊരു വീഡിയോ എടുത്താൽ ഒരു മാസമായി വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ പാർട്ട് ഇടുമെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അത് ഇങ്ങനെ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുകയാണ്, കാരണം എക്സാമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോ തുടങ്ങാം. നമ്മളുടെ വീടിൻ്റെ പുറത്തേക്ക് ചെന്ന് നോക്കിയത് കണ്ടോ, മഴ കാരണം ഇവിടെ മൊത്തം വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഇതാ കണ്ടില്ലേ, മൊത്തം വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. വറ്റി തുടങ്ങി, കാരണം മഴയൊന്നും ഈ അടുത്ത് പെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് കോഴിക്കോട് ഭാഗത്തേക്ക് അങ്ങനെ മഴയൊന്നും പെയ്യുന്നില്ല, അതുകൊണ്ട് വറ്റി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാ നോക്കി, ആരാണ് നമ്മൾ നിൽക്കുന്നത്? അച്ഛമ്മ. ഒരാളെ അറിഞ്ഞോളൂ, ഒരാളറിയും. അച്ഛമ്മയ്ക്ക് വരണ്ടാന്ന് ഞാനിവിടെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. ചെടി വളർന്നു തുടങ്ങിയിട്ടുണ്ട്, മഴയൊക്കെ പെയ്തിട്ട്. ഇതൊക്കെ വലുതായി, ഇതൊക്കെ ചെറുതായിരുന്നു, ഇതൊക്കെ വലുതായി തുടങ്ങി. ഭയങ്കര വെയിലാണ് ഇവിടെ, ഇപ്പോൾ വെയിലാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പം തന്നെ പോവും. അച്ഛൻ ഒന്ന് റെഡി ആവാണ്. ഞാൻ ആദ്യം റെഡിയായി കഴിഞ്ഞു. ഞാൻ എൻ്റെ വീടിൻ്റെ നിങ്ങൾക്ക് കുറേ കാണിച്ചു തരാത്ത സ്ഥലങ്ങളുണ്ട് ഈ വീടിന്. ഈ എടുത്ത ഭാഗങ്ങളൊന്നും ഇങ്ങനെ കാണിച്ചില്ല. അപ്പോൾ അതൊന്നും കാണിച്ചു തരാം. ഈ വഴി നേരെ പോയാണ് എൻ്റെ വീട് അവിടെ കാണുന്നുണ്ടാകാം. അതാണ് വീട്. ഇത് ഗ്രൗണ്ടായിരുന്നു, ഞാൻ ഇവിടെ കളിക്കാറൊക്കെ, ഫുട്ബോളൊക്കെ കളിക്കാൻ വരുമായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ പിന്നെ സ്കൂളൊക്കെ തുറന്നുകൊണ്ട് പിന്നെ നിർത്തി ഇപ്പോൾ കളിക്കാറൊന്നുമില്ല. പിന്നെ പുല്ലൊക്കെ ആയി. ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് വെള്ളമൊക്കെ നിറഞ്ഞ് നമ്മളിങ്ങനെ നേരെ പോയാൽ നമ്മുടെ മെയിൻ റോഡിലേക്ക് എത്തും. കാണുമ്പോഴേ മെയിൻ റോഡ് ഇങ്ങനെ പോയതുണ്ട്. ഇവിടെ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട് കണ്ടോ, ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയതാ, വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഉള്ള വെള്ളമൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഒരു സ്ഥലം കൂടെ ഉണ്ട് ഇവിടെ. നമ്മൾ റോഡ് ഇങ്ങനെ കടന്നാൽ ഇവിടെ ഒരു സ്ഥലമുണ്ട്. ഇത് കണ്ടോ, ഒരു താമരക്കുളം പോലത്തെ ഒരു സ്ഥലമുണ്ട് കണ്ടോ. താമരക്കുളം എന്നാണ് ഇനി പറയാം, എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ പറയും. തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കാരണം അച്ഛൻ റെഡി ഉണ്ടാവും. അയ്യോ, നമുക്ക് വേഗം ഓടി വീട്ടിലേക്ക് എത്താം. ഞാൻ എൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്തിരിക്കുകയാണ്. അത് ആ താമരക്കുളമല്ല, അത് അമ്പൽക്കുളമാണ്. എന്ത് ചെയ്യാനാ, കണ്ണിട്ടിട്ടുണ്ട് എന്നിട്ടൊന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ. ജീവരാജ് എത്തി, ഹലോ പറയൂ. നമ്മൾ ഒരുമിച്ചാണ് നമ്മൾ സ്റ്റുഡിയോയിലേക്ക് പോകാൻ പോകുന്നത്. എടുത്തു തുടങ്ങി, നമുക്ക് വണ്ടി കയറാം. നിങ്ങളെല്ലാരും കമ്പനി എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എനിക്ക് എക്സാം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ, എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇന്ന് സപ്പോർട്ട് ചെയ്യണം, പ്രാർത്ഥിക്കണം. ഞാൻ എഴുതി വരുന്നുണ്ട്, ഇനി വിജയിക്കുന്നുള്ളൊരു ഉറപ്പ്. പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, എഴുതിയാലും മാത്രമേ എനിക്ക് മാർക്ക് കിട്ടൂ. എഴുതിയിട്ടൊക്കെ ഉണ്ട്, ജയിക്കുന്നുള്ളൊരു വിശ്വാസവും ഉണ്ട്. ജയിക്കുന്നുള്ളൊരു വിശ്വാസവും ഉണ്ട്. അപ്പൊ അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ 8ാം ക്ലാസ്സിൽ എത്തിയില്ലേ, അപ്പൊ അതിൻ്റെതായൊരു പാടൊക്കെ വരുന്നുണ്ട്. ഇന്ന് എക്സാമൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടേ ഉള്ളൂ. എന്നിട്ടാണ് പറയുന്നത് നമുക്ക് സ്റ്റുഡിയോ പോകേണ്ടതെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ സ്റ്റുഡിയോ കാണാത്ത കുറെ പേരുണ്ട്, അപ്പൊ അവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. നമ്മളങ്ങനെ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് പ്രകൃതി രമണീയമായ അതിമനോഹരമായ ഗ്രാമപ്രദേശം, കൊച്ചു ഗ്രാമം. ഇവിടുന്ന് വളയണം, നമുക്ക് നേരെയല്ല പോകേണ്ടത്, നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വളയണം. ഇത് ഏത് റോഡാ? മുണ്ടക്കൽ പെരിങ്ങളം റോഡ്. മുണ്ടക്കൽ പെരിങ്ങളം റോഡ്. ലുക്ക് അറ്റ് ദ ബ്യൂട്ടി ഗൈസ്, ലുക്ക് അറ്റ് ദ ബ്യൂട്ടി ഓഫ് അവർ ഗ്രാമം. ഒക്കെ ഉണ്ട്, പക്ഷേ മഴ പെയ്യും. വിട്ട് വലിയ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ എത്തിയിരിക്കുകയാണ് ഏതേലും സ്ഥലം? പെരിങ്ങളം. നമ്മൾ എത്തിയിരിക്കുകയാണ് പെരിങ്ങളം. കേരളം കണി കണ്ടു ഉണരുന്ന നന്മ. ഈ വഴി നമ്മൾ നേരെ പോയി ഒരു കയറ്റം, വലിയൊരു കയറ്റം, അങ്ങനെ കയറിപ്പോയാൽ നമ്മളെത്തും CWRDM.
ഏതേലും എന്ന് പറയേ. CWRDM മെഡിക്കൽ കോളേജ് റോഡ്. CWRDM മെഡിക്കൽ കോളേജ് റോഡ് കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ ഇത് നേരെ ചെന്നാൽ നമ്മൾ എത്തുന്ന സ്ഥലമാണ് മുണ്ടിക്കത്താഴം. മുണ്ടിക്കത്താഴത്ത് നിന്ന് നമ്മൾ ഇടത്തോട്ടേക്ക് തിരിഞ്ഞു പോകും. ഇടത്തോട്ടേക്ക് തിരിഞ്ഞു പോയാൽ നേരെ പോയാൽ മെഡിക്കൽ കോളേജ് എത്തും. അവിടുന്ന് ജസ്റ്റ് ഒന്ന് വലത്തോട് തിരിഞ്ഞ് ബൈപ്പാസിലേക്ക് കയറി കഴിഞ്ഞാൽ നേരെ നമ്മളെ ഹൈവേ റോഡിലേക്ക് ചെന്ന് കയറും. ഹൈവേയിൽ വേറെ എന്താ ഉള്ളത്? യെസ്, നമ്മുടെ സ്റ്റുഡിയോ. മുണ്ടിക്കത്താഴത്ത് എത്തിയിരിക്കുകയാണ് പ്രശ്ശേരി. നമുക്ക് ഇവിടുന്ന് ഇടത്തേക്ക് നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. പെട്രോൾ അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മളുടെ യാത്ര വീണ്ടും തുടരുന്നു. ഹൈവേ റോഡിൽ എത്തിയിരിക്കുകയാണ്. മഴക്കാർ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ നല്ല മഴക്കാറാണല്ലോ. ഇവിടെ വന്നപ്പോഴത്തേക്കും വെയിലൊക്കെ പോയി. ഇനി നമുക്ക് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് എത്തുന്നതായിരിക്കും. ബ്ലോക്കിലെ യുദ്ധം കഴിഞ്ഞ് നമ്മളിങ്ങനെ സാധാരണ റൂട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ നേരെ പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞാൽ നേരെ പോയാൽ നമ്മുടെ സ്റ്റുഡിയോ എത്തും. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ നിന്ന് വളഞ്ഞ് നേരെ പോയാൽ നമ്മുടെ സ്റ്റുഡിയോ. നമ്മളെ സ്റ്റുഡിയോയിലേക്ക് എത്താറായി. യെസ്, നമുക്കിങ്ങനെ ഇവിടെ അച്ഛൻ വണ്ടി നിർത്തൂലേ? ഇവിടെ അച്ഛൻ വണ്ടി നിർത്തും. ഈ സൈഡിൽ തന്നെ ഇവിടെ തന്നെ അച്ഛൻ വണ്ടി നിർത്തുന്നതായിരിക്കും. ഇവിടെ വണ്ടി നിർത്തും. എന്നിട്ട് നമ്മൾ ബാക്കി നടന്ന് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് പോകും. അച്ഛൻ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യട്ടെ. ഞാൻ നിങ്ങൾക്ക് സ്റ്റുഡിയോ നടന്നു പോവാം. ഇങ്ങനെ നടന്നു പോയാൽ മതി. നമ്മൾ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് എത്തുന്നതായിരിക്കും. ഇങ്ങനെ നടന്നുകൊണ്ട് നമ്മൾ എത്താറായിരിക്കുകയാണ് നമ്മുടെ സ്റ്റുഡിയോയിൽ. ഈ ബിൽഡിങ്ങിലാണ് നമ്മുടെ സ്റ്റുഡിയോ. വെയിലും മഴയും കൂടെ പെയ്യുന്നത്. വെയിലും മഴയും ഒരുമിച്ച് പെയ്യുന്നു. വെള്ള ഡ്രസ്സാണ്. തീരെ ചളിയാക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇതാണ് നമ്മളുടെ സ്റ്റുഡിയോ. ഓർമ്മയുണ്ടോ ഈ ബോർഡ്? കയറി നോക്കാം. അയ്യോ, എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ മുമ്പ് ഞാൻ ഈ സ്റ്റുഡിയോന്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടോ? പക്ഷേ ഇതാണ് നമ്മളുടെ സ്റ്റുഡിയോ. ഇവിടെ ഒരു ബൂത്ത് ഉണ്ട്. ഇവിടെ ഒരു ബൂത്ത് ഉണ്ട്. ഒറ്റ ബൂത്ത്. ഇതായിരുന്നു നമ്മൾ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ സ്വിച്ച് എവിടെയാ? ഇതിന്റെ സ്വിച്ച് ഇവിടെയല്ലേ? അപ്പം TV ഓഫായി. ഇവിടെ ആയിരുന്നു നമ്മൾ ആദ്യത്തെ ബൂത്ത്. ഇത് നമ്മളുടെ സ്ഥലം എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നതാ. അപ്പുറത്ത് വേറൊരു ബൂത്തും കൂടെ ഉണ്ട്. അത് പൂട്ടിയോ? അപ്പൊ നമുക്ക് അവിടേക്ക് പോവാം. ഇവിടെ ചെറിയൊരു മെയിൻ സ്വിച്ച് ഓഫാക്കി. അപ്പൊ ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റുഡിയോ. ഇങ്ങനെ എത്ര വലിയ ഇവിടെ TV ഉണ്ട്. ഇവിടെ നമുക്ക് ലിറിക്സൊക്കെ കാണാൻ പറ്റും. ഇവിടെ മുകളിൽ ക്യാമറ ഉണ്ട്. അപ്പോൾ അപ്പുറത്തെ റൂമാണ്. ഇത് വേറെ റൂമിലാണ് ആക്കി വെച്ചത്. ഇതവിടെ ഒരു കുഞ്ഞ് ഗിറ്റാർ ഉണ്ട്. എൻ്റെ ഒരു മ്യൂസിക് സ്റ്റാൻഡ് ഉണ്ട്. ഇതൊരു ക്ലാക്ക് ബോക്സ് ഉണ്ട്. പിന്നെ ഒരു മൈക്ക്. അങ്ങനെ പോവാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ താഴേക്കിറങ്ങാം. കർഷകരെ, നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. സ്റ്റുഡിയോന്റെ അടുത്താട്ടോ മെഹ്റാം മന്തി ഒക്കെ. ഞാനൊരു സാൻഡ്വിച്ചാണ് വാങ്ങിയത്. അയ്യോ, ഭയങ്കര ചൂടാ. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ നമ്മളുടെ മ്യൂസിക് ഡയറക്ടറോട് ബൈ ബൈ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലേ? ഞാൻ അവരോട് പറഞ്ഞില്ല. ഞാൻ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ഉണ്ടായിരുന്നു. അതിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്.
അപ്പോൾ അത് കുറച്ച് നീണ്ടു പോയ ഒരു പാട്ടായിരുന്നു. അപ്പോൾ ഫൈനലി അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നമ്മുടെ മ്യൂസിക് ഡയറക്ടറോട് ബൈ ബൈ പറഞ്ഞ് നമ്മളങ്ങനെ നമ്മുടെ കാറിനടുത്തേക്ക് പോകുകയാണ്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം സ്റ്റുഡിയോയിലും വന്നു. നിങ്ങൾക്ക് സ്റ്റുഡിയോ ഒക്കെ ഒന്ന് കാണിച്ചു തന്നു. എനിക്ക് ഓർമ്മയില്ല, കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും ഓർമ്മയില്ല. പക്ഷേ എന്തായാലും വീണ്ടും ഒന്ന് കാണിച്ചു തന്നു. അപ്പോൾ നമുക്കിനി നേരെ വീട്ടിലേക്ക് പോകാം. നമ്മളുടെ കാർ അതാ നിൽക്കുന്നത്. ഫോക്കസ് അതായി അതാ നമ്മുടെ കാർ അതാ അവിടെ നിൽക്കുന്ന. അയ്യോ, ഞാൻ ബാക്ക് കയറിയിട്ട് മുന്നിലേക്ക് ചാടാം. മുന്നിലേക്ക് ചാടട്ടി, കാലിങ്ങോട്ട് വെച്ച് ഇപ്പുറത്തെ കാലിങ്ങോട്ട് വെച്ച്. യെസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് ഞാൻ. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ കാണുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടെ, കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. എക്സാം ഒക്കെ ഒന്ന് കഴിയട്ടെ, റിസൾട്ടൊക്കെ ഒന്ന് വരട്ടെ. എന്നിട്ട് ഞാൻ പതിയെ വീഡിയോയും പാട്ടും എല്ലാം ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.